ഈശോയിൽ പ്രിയം നിറഞ്ഞ സ്നേഹിതരെ, സങ്കീർത്തനങ്ങളാകുന്ന സങ്കേതം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നാം ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. ദൈവമാണ് നമ്മുടെ സങ്കേതം. ആ സങ്കേതത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ യഥാർത്ഥമായ ഭക്തിയും പ്രാർത്ഥനയും ആവശ്യമാണ്. സങ്കീർത്തനങ്ങളിൽ നാം ഉടനീളം കാണുന്നത് ഇത് തന്നെയാണ്. ഭക്തിസാന്ദ്രമായ വചനങ്ങളും പ്രാർത്ഥനാ മൊഴികളുമാണ് 150 സങ്കീർത്തനങ്ങളിലൂടെ സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത്. നമുക്കും ആ സങ്കീർത്തനം ആവർത്തിച്ച് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. ചില വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് വഴിയും ധാരാളം അനുഗ്രഹം പ്രാപിക്കുന്നവരെ എനിക്കറിയാം. നമുക്ക് ഓരോ സങ്കീർത്തനവും ഭാഗമായി കേൾക്കാം. ഒന്നാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സങ്കീർത്തനം 1. 2 മാർഗങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായാവിധി നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഇതാണ് സങ്കീർത്തനം 1. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വചനമുണ്ട്. സങ്കീർത്തനം 1:3. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഇപ്പോൾ ജീവിതത്തിൽ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വചനം 100 പ്രാവശ്യം ദിവസവും പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കുകയും അവൻ വിജയത്തിലേക്ക് നടക്കുകയും ചെയ്യും. ഇനി അടുത്ത സങ്കീർത്തനം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദിയും സ്തുതിയും സ്തോത്രവും നേരുന്നു.